ഇനി ഒരു ഞൊടിയുടെ കൊണ്ട് എന്തും ഉണ്ടാക്കാൻ കഴിയുന്നു എന്ന് അവകാശപ്പെടുന്ന ദൈവം തന്നെ ഈ പ്രപഞ്ചം ഉണ്ടാക്കാൻ 3 ലക്ഷം കൊല്ലം പണിയെടുത്തു എന്ന് ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. അതിൽ തന്നെ കൂടുതൽ കാലവും പണിയെടുത്തിട്ടുള്ളത് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനാണ്. ബാക്കി ആകാശവും കാര്യങ്ങളൊക്കെ വളരെ കുറഞ്ഞ സമയം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം ഭൂമിയാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ വസ്തു എന്നും മറ്റുള്ളതൊക്കെ അതിൻ്റെ അനുബന്ധങ്ങളാണ് എന്നും തെറ്റിദ്ധരിച്ച മനുഷ്യനാണ് ഈ ഭാവന സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി മറ്റൊന്ന്, സർവശക്തനായ ദൈവത്തിന് യാതൊരാളുടെയും സഹായം ആവശ്യമില്ല എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ അതേ ദൈവം തന്നെ ഇടനിലക്കാരായി ധാരാളം മലക്കുകളുടെ സഹായം തേടുന്നതായിട്ട് പറയുന്നു. അനേകം പ്രവാചകന്മാരെ ഇടനിലക്കാരായി അയക്കുന്നതായിട്ട് പറയുന്നു. മനുഷ്യന്റെ ഭാഷയാണ് ദൈവം മനുഷ്യരോട് സംസാരിക്കാൻ പോലും വാടകയ്ക്ക് എടുക്കുന്നതായിട്ട് കാണുന്നത്. സ്വന്തമായൊരു ഭാഷ പോലും ദൈവത്തിനില്ല. മനുഷ്യന്റെ നാവ് കൊണ്ടാണ് ദൈവം മനുഷ്യരോട് സംസാരിക്കുന്നത്. പ്രവാചകന്മാർ അവരുടെ ഭാഷയിൽ അവരുടെ നാവ് കൊണ്ട് സംസാരിക്കുന്നു. ഇതെല്ലാം മനുഷ്യരിൽ നിന്ന് കടം വാങ്ങിയിട്ടാണ് ദൈവം ആശയവിനിമയം പോലും നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ആ ദൈവം സർവശക്തനാവുക? മറ്റൊന്ന്, ദൈവം ഖുർആൻ പോലും ദൈവത്തിന് സംരക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഖുർആൻ സംരക്ഷിക്കുമെന്ന അവകാശവാദം ഉണ്ടെങ്കിൽ പോലും ഖുർആനിൽ നിന്ന് പല കാര്യങ്ങളും, പ്രസക്തമായ പല സംഗതികളും ആട് നിന്നിട്ടും മറ്റും നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുന്നുണ്ട്. ഒരാടിൽ നിന്ന് തൻ്റെ വേദഗ്രന്ഥത്തെ രക്ഷിക്കാൻ കഴിയാത്ത ഒരു ദൈവം എങ്ങനെയാണ് സർവശക്തനാവുക എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റൊന്ന്, ദൈവം സ്വന്തം സൃഷ്ടികളോട് യുദ്ധം ചെയ്യുന്നുണ്ട്. നോക്കണം നിങ്ങൾ, ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ സ്രഷ്ടാവായ സർവശക്തനായ ഒരു മഹാദൈവത്തിന് ഈ നിസ്സാരനായ മനുഷ്യജീവികളോട് വാളുകൊണ്ടും കുന്തം കൊണ്ടും യുദ്ധം ചെയ്യേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഞാൻ വായിക്കാം ഖുർആനിലെ ഒരു വാക്യം. നിശ്ചയം ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, അതുകൊണ്ട് സത്യവിശ്വാസികളെ ഉറപ്പിച്ചു നിർത്തുക. സത്യനിഷേധികളുടെ ഹൃദയങ്ങളിൽ ഞാൻ ഭയം വിട്ടുകൊടുക്കുന്നതാണ്. അതിനാൽ നിങ്ങൾ അവരുടെ ശിരസ്സുകൾക്ക് കൈകാലുകൾക്കും വെട്ടുക, കൈകാലുകളും ശിരസ്സുകളും വെട്ടിമുറിക്കുക എന്ന് മലക്കുകൾക്ക് താങ്കളുടെ രക്ഷിതാവ് സന്ദേശം നൽകിയെന്ന്. ഇത് അറേബ്യയിൽ മുഹമ്മദ് നബി ജീവിക്കുന്ന കാലത്ത് ഒരു യുദ്ധം നടക്കുമ്പോൾ ഇറങ്ങിയിട്ടുള്ള വെളിപാടാണ്. യുദ്ധ സാഹചര്യത്തിൽ ഇറങ്ങിയ വെളിപാട്. പക്ഷെ ഇത് പറയുന്നത് ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. ആ മനുഷ്യര് പരസ്പരം വാളെടുത്ത് വെട്ടുമ്പോൾ ഈ ഗോത്രങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധത്തിൽ സർവശക്തനായ ദൈവം കക്ഷി ചേരുകയാണ്. കക്ഷി ചേർന്നിട്ട് പറയുകയാണ്, ഞാൻ ഭയം ഇട്ടുകൊടുത്തുകൊണ്ട് പരിപാടിക്ക് ഒരുക്കി തരാം, നിങ്ങൾ കഴുത്തിന് വെട്ടിക്കും.